Meet the Editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം സിനിമയിലെ പവർ ഗ്രൂപ്പിലേക്ക് നീങ്ങുമോ എന്നറിയാനാണ് ഉറ്റുനോക്കുന്നത്. താരസംഘടനയിലെ അധികാര കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരെ നടക്കുന്ന അന്വേഷണം എത്രത്തോളം ഫലം കാണുമെന്ന ആശങ്ക പരാതിക്കാർക്കുമുണ്ട്. സിനിമാ ലോകത്തെ പല പ്രമുഖർക്കുമെതിരെ ഇനിയും ആരോപണം ഉയർന്നേക്കുമെന്നാണ് സൂചനകൾ. സിനിമയിലെ അധികാര കേന്ദ്രങ്ങളുടെ പവർ കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നത്. പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദവും അവരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയും സർക്കാരിനുമുണ്ടായിരുന്നു. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സിനിമയിലെ പവർ ഗ്രൂപ്പിലേക്ക്, അവർക്കെതിരായ ആരോപണങ്ങളിലേക്ക് അന്വേഷണം കടക്കുമോ എന്നതാണ് പ്രധാനം. പ്രത്യേക സംഘത്തിന് ലഭിച്ച ആദ്യ പരാതികൾ തന്നെ തലക്കനമുള്ള താരങ്ങൾക്കെതിരെയാണ്. രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ എന്ത് നടപടിയുണ്ടാകുമെന്നാണ് സിനിമാ ലോകവും പൊതുസമൂഹവും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. അത്തരം നീക്കങ്ങളെ സിനിമയിലെ ആ പവർ ഗ്രൂപ്പും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടെന്നാണ് DGPയുടെ നിർദ്ദേശം. കമ്മിറ്റിക്ക് പുറത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉത്തരവ്. കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടെന്ന് അതിൽ നിന്നു തന്നെ വ്യക്തം. മാത്രമല്ല, പ്രത്യേക സംഘത്തിന്റെ രൂപീകരണം തന്നെ പോലീസ് ആക്ട് പ്രകാരമല്ലെന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പ്രത്യേക സംഘത്തിന്റെ അധികാര പരിധികൾ വെട്ടിക്കുറച്ച സർക്കാർ സമഗ്ര അന്വേഷണത്തിനുള്ള വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഗ്രൂപ്പിന്റെ അയൽപക്കത്തേക്ക് പോലും കടന്നു ചെല്ലാൻ പ്രത്യേക സംഘത്തിന് സാധിക്കില്ലെന്ന സന്ദേശം അക്കൂട്ടർക്ക് സർക്കാർ തന്നെ പകർന്നു നൽകിയിട്ടുണ്ടെന്നാണ് അടക്കം പറച്ചിൽ. പല്ലുകൊഴിഞ്ഞ സിംഹമായി ഈ പ്രത്യേക അന്വേഷണ സംഘം മാറുമോ എന്ന ആശങ്ക വ്യാപകമാണ്. റിപ്പോർട്ടർ, കൊച്ചി. അന്വേഷണം പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ SIT ഇന്ന് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പുറത്തെ വെളിപ്പെടുത്തലുകൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ? പവർ ഗ്രൂപ്പിലേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഈ പറയുന്ന പ്രശ്നത്തിൽ സർക്കാർ ആദ്യം മുതൽ എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് സംശയങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് 2017 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഒരു സമിതിയെ സർക്കാർ ഒരു സമിതിയായിട്ട് നിയോഗിച്ചത്? അത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണകക്ഷികളും ഒക്കെ അവകാശപ്പെടുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഞങ്ങൾ കേരളത്തിലെ സിനിമയിൽ നിലനിന്നിരുന്ന അനാവശ്യ പ്രവണതകളെ ഇല്ലായ്മയെന്നതിനു വേണ്ടി ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച സർക്കാരാണ് എന്നുള്ളത് വലിയൊരു അവകാശവാദമായിട്ട് ഇപ്പോഴും അവർ മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, WCC പോലൊരു സംഘടന ഫോം ചെയ്യപ്പെടുകയും അവർ കേരളത്തിൽ ആ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ സിനിമയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ സമ്മർദ്ദത്തെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വയ്ക്കുന്നത്. അപ്പോഴും നോക്കൂ, അതൊരു കമ്മിറ്റിയാണ്. ഇപ്പം കമ്മീഷണർ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള കമ്മീഷനെ അല്ല അവിടെ നിയോഗിച്ചത്. അവിടെ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നമെന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര ആത്മാർത്ഥത സർക്കാരിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സമിതിയെ വെക്കാനുള്ള തീരുമാനമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അവിടെ മുതലാണ് ഈ പവർ ഗ്രൂപ്പിൻ്റെ ഈ ശക്തി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങേണ്ടത്. അവിടെ മുതൽ തന്നെ, അതായത് സർക്കാർ ഈ കാര്യം അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിൽ സ്വാധീനിക്കാൻ കഴിയും വിധത്തിലൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ഈ പറയുന്ന സിനിമാ മേഖലയിൽ നിന്നുണ്ടാകുന്നു. ആ സമ്മർദ്ദ ഗ്രൂപ്പിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതിന് പകരം ഒരു അന്വേഷണ സമിതിയെ ഉണ്ടാക്കുന്നു. ആ അന്വേഷണ സമിതിക്ക് ഒരു ജുഡീഷ്യൽ അധികാരവുമില്ല എന്ന് മാത്രവുമല്ല, ആ കമ്മിറ്റിയിലേക്ക് ആരെങ്കിലും വിളിച്ചു വരുത്താൻ ആ കമ്മിറ്റി തീരുമാനിച്ചാൽ, എന്നെയാണ് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകേണ്ടത് തന്നെയില്ല. ഞാൻ ആ രീതിയിലൊന്നും ബൈൻഡിങ് അല്ല. അപ്പം ആ അർത്ഥത്തിൽ വലിയ അധികാരങ്ങളൊന്നുമില്ലാത്ത ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ ചെയ്തത്? 2019 ഡിസംബർ 31 മനോഹരമായൊരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മലയാള സിനിമാ വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിൽ ചൂഷണങ്ങളെ, ലൈംഗിക ചൂഷണങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഡിസംബർ 31 2019 ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നമ്മളിത് ആവർത്തിച്ച് പറയുന്നത്, ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്ന ചോദ്യം ആശങ്കയോടുകൂടി കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഈ 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ, അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു, 4.5 വർഷമായിട്ട് ആ റിപ്പോർട്ടിന് ഒരു നടപടി ഉണ്ടായില്ല. ആ റിപ്പോർട്ടൊന്ന് പരിശോധിക്കുക പോലും ചെയ്തില്ല. ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് അന്വേഷണമില്ല. ആ
റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമമില്ല. രണ്ടാമത്തെ വീഴ്ചയാണ് ഈ പറയുന്നത്. അതായത് ഒന്ന്, ഇത്തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതിൽ തന്നെ ഈ പവർ ഗ്രൂപ്പിന് റോളുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ട്, ഈ പറയുന്ന റിപ്പോർട്ട് അതൊരു പ്രധാനപ്പെട്ട ജസ്റ്റിസ്, ഒരു ന്യായാധിപയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് 4.5 വർഷം വെളിച്ചം കാണാതെ അടച്ചുപൂട്ടി വെച്ചതിൽ ഈ പവർ ഗ്രൂപ്പിന് റോളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം മലയാള സിനിമയിൽ പല സമയത്തും, മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ സിനിമകളും, സിനിമ എന്ന് പറഞ്ഞാൽ പ്രധാനമായും അത് താരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പ്രധാനമായും താരങ്ങളാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട താരത്തിന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടെന്നേ. അതുകൊണ്ട് തന്നെ അയാൾ ബോക്സ് ഓഫീസിൽ, അല്ലെങ്കിൽ നടനായാലും നടിയായാലും ബോക്സ് ഓഫീസിൽ ഫാൻ ഫോളോയിങ് ഉള്ള നടന്മാർ അധികാര കേന്ദ്രങ്ങളായി മാറും. ആ വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പം മോഹൻലാൽ വലിയൊരു മാർക്കറ്റുണ്ട്, അതുപോലെ മമ്മൂട്ടിക്കൊരു മാർക്കറ്റുണ്ട്, സുരേഷ് ഗോപിക്കും ജയറാമിനും അങ്ങനെയൊക്കെയുള്ള നടന്മാർക്ക് വലിയ മാർക്കറ്റാണുള്ളത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോയാൽ ഖുഷ്ബുവിന് വലിയ മാർക്കറ്റായിരുന്നല്ലോ. സ്ത്രീകളും ആ രീതിയിൽ ഉയർന്നു വന്നിട്ട് നയൻതാര വലിയ മാർക്കറ്റുള്ള നടിയാണ്. അപ്പം ഇത്തരത്തിൽ വലിയ മാർക്കറ്റുള്ള താരങ്ങളുമായി കേന്ദ്രീകരിച്ചൊരു വ്യവസായം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അധികാര കേന്ദ്രങ്ങളാകും. അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ സംരക്ഷിക്കേണ്ടി വരും വ്യവസായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്. ഞാൻ ഈ ലൈംഗിക ചൂഷണത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു നായകനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നായകന് താല്പര്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പായിരിക്കും ആ സിനിമയിൽ വർക്ക് ചെയ്യുക. ഇത് ഇപ്പം കേരളത്തിൻ്റെ ഒരു സവിശേഷത വെച്ച് നോക്കിയാൽ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലേ? മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ, പ്രിയദർശൻ്റെ നേതൃത്വത്തിൽ, എം ജി ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് വേണു നാഗവള്ളി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഭാഗം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചിരുന്നു. ഞാൻ 80കളിലെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലൊരു ഗ്രൂപ്പുണ്ട്, സിദ്ദിഖ് ലാൽ, റാഫി മക്കാട്ടിൻ, ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചി കേന്ദ്രീകരിച്ചൊരു ഗ്രൂപ്പുണ്ട്. വടക്കോട്ട് പോയാൽ ഐ വി ശശി, ടി ദാമോദരൻ, എം ടി വാസുദേവൻ നായർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹരിഹരൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഇതെന്താ? ഇതിനൊരു ഡൈവേഴ്സിറ്റി ഉണ്ട്. ഈ ഡൈവേഴ്സിറ്റിയിൽ പല ഗ്രൂപ്പുകൾ പല സമയത്തായിട്ട് മലയാള സിനിമയിൽ അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നു. അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. 94 അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഇതൊരു പവർ സെൻ്ററായിട്ട് യൂണിഫൈ ചെയ്യപ്പെട്ടു. ഈ ഡൈവേഴ്സിറ്റി അങ്ങ് മാറിയിട്ട് അതാണ് ഈ പറയുന്ന 10 മുതൽ 15 പേര് വരെയുള്ളൊരു ഗ്രൂപ്പ്, ഒരു പവർ ഗ്രൂപ്പ് വന്നു എന്ന് പറയുന്നത്. ആ ഡൈവേഴ്സിഫിക്കേഷൻ അങ്ങോട്ട് മാറിയിട്ട് അത് കേന്ദ്രീകൃതമായി എന്ന് മാത്രവുമല്ല, ആ കേന്ദ്രീകൃതമായ ഗ്രൂപ്പിന് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടായി. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റത് സിനിമയിൽ കേന്ദ്രീകരിച്ച് സിനിമയിൽ മാത്രം പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങളായിരുന്നു 80കളിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ട്രേഡ് യൂണിയനുകൾ ശക്തമായതോടുകൂടി ഇത് കേന്ദ്രീകരിക്കപ്പെടുകയും ഈ കേന്ദ്രീകരിക്കപ്പെട്ട സംഘടനകൾക്കൊരു നേതൃത്വം ഉണ്ടാവുകയും ആ നേതൃത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രേം നസീർ മത്സരിച്ചിട്ട് തോറ്റുപോയ ഒരു സംസ്ഥാനമാണ് കേരളം. എന്ന് പറഞ്ഞാൽ സിനിമക്കാരെ അങ്ങനെയാണ് മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുമല്ലോ. ഇപ്പം NTR ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, MGR മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ജയലളിത മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. വലിയ ഫാൻ ഫോളോയിങ് ഉള്ളവരാണ്, ജനപിന്തുണയുള്ളവരാണ്. കേരളത്തിൽ ഇപ്പം ഈ സിനിമാ താരങ്ങൾ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും പ്രസ്താവനകൾ നടത്തുകയും രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമ സ്ഥാപനമുണ്ട് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നില്ലേ. ഇപ്പം മമ്മൂട്ടി കൈരളി TV-യുടെ ചെയർമാൻ അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ രാഷ്ട്രീയ ഐക്യപ്പെടലുകൾ ഈ പറയുന്ന സിനിമാ താരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളവും മാറി. മുമ്പൊക്കെ ഈ താരങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാൻ ഫോളോയിങ്ങിന് അതൊരു പ്രശ്നമായിട്ട് മാറും. കാരണം അവരുടെ ഫാൻ ഫോളോയിങ് എന്ന് പറയുന്നത് പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ എന്താണ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന ഒരു അധികാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് സിനിമയിൽ മാത്രമല്ല സമൂഹത്തിലും മാറുക, ഒരു പവർ നെക്സസിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് താരങ്ങൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ താരങ്ങളുമായി ചേർന്ന് രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം സിനിമയിൽ ഉണ്ടാകുന്നത്. അത് സിനിമയിൽ മാത്രം നിൽക്കുന്നൊരു പ്രതിഭാസമല്ല, അതാണ് അപകടം. സിനിമയിൽ മാത്രം നിൽക്കുന്നൊരു പ്രതിഭാസമായിരുന്നു മുൻകാലങ്ങളിൽ ഈ താരാധിപത്യമെങ്കിൽ അത് അവിടെ നിന്ന് മാറിയിട്ട് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സായിട്ട് ഇവരൊക്കെ അങ്ങ് മാറുകയാണ്. എന്നിട്ട് അവർക്ക് വലിയ രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ ഉണ്ടാവുകയാണ്, അവർക്ക് ഭരണതലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ആദ്യം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വരുന്നതിന് പകരം ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. അതിൽ ഈ സ്വാധീനം വളരെ പ്രധാനമാണ്. പിന്നെ ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് അത് 4 വർഷം പൂഴ്ത്തിവെക്കുന്നു. അതിനും ഇതിൻ്റെ അകത്ത് സ്വാധീനം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം മാധ്യമങ്ങൾ ഇടപെട്ടാണ് ഈ പറയുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തുപറ്റി, അതിൻ്റെ മുകളിൽ ഒരു ആക്ട് ചെയ്യാൻ സർക്കാർ നിർബന്ധിതമാകുന്നു. ആ ആക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു SIT ഉണ്ടാക്കിയത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ ആസിഫ് അലി അത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്താണ്, പോലീസ് ചട്ടം അനുസരിച്ചേയല്ല ഈ SIT ഉണ്ടാക്കുന്നത്. നോക്കൂ, 3ാമത്തെ വിട്ടുവീഴ്ച. അതാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, കമ്മിറ്റി ഉണ്ടാക്കുന്നു ജുഡീഷ്യൽ കമ്മീഷന് പകരം. 2, റിപ്പോർട്ട് പൂർത്തി വെക്കുന്നു. ആരുടെ താല്പര്യമാണ്, ആരുടെ സമ്മർദ്ദമാണ്. 3ാമത്, കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഈ പറയുന്ന SIT എന്ന് പറഞ്ഞ പോലീസ് ആക്ട് ബാധകമല്ലാത്ത 22B എന്ന് കാണാം അല്ലേ, 21(2)B. അതാണ് കേരള പോലീസ് ആക്ട്. ആ കേരള പോലീസ് ആക്ട് പ്രകാരമാണ് SIT നിയമിക്കേണ്ടത്. അപ്പോൾ
മാത്രമാണ് അതിനൊരു അധികാരം ഉണ്ടാവുക. സോളാർ കമ്മീഷൻ എങ്ങനെയാണ് SIT നിയമിച്ചത്? കേരള പോലീസ് ആക്ട് 21(2)B പ്രകാരമാണ്. വലിയ അധികാരങ്ങളാണ്. ആ അധികാരങ്ങളോടുകൂടിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കുന്നത്. സോളാർ കേസിൽ അതുണ്ടാക്കി. കാരണം അത് രാഷ്ട്രീയ പ്രശ്നമാണെന്നേ. അവിടെ സ്കോർ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് അധികാരത്തിലേക്ക് തുടർന്ന് നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ഒരു വിവാദ വിഷയമായതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ഒരു തീരുമാനമെടുത്തിട്ട് എല്ലാ അധികാരങ്ങളോടും കൂടി ഒരു SIT ഫോം ചെയ്തു. ഇവിടെ SIT ഫോം ചെയ്യുന്നത് ഒരു വാർത്താക്കുറിപ്പിലൂടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വാർത്താക്കുറിപ്പിലൂടെ ഒരു SIT ഫോം ചെയ്തിരിക്കുന്നു. ഇനി ഈ SITക്ക് യാതൊരു അധികാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ നടത്തുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുമായിട്ട് കോടതിയിലേക്ക് പോകാനുണ്ടല്ലോ. ഇവർ സ്വയം റദ്ദാക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. SIT പറയുന്ന കാര്യങ്ങളുമായി കോടതിയിൽ പോയാൽ കോടതിയിൽ ഉയർന്ന എതിർവാദം എന്തായിരിക്കും എന്നറിയാമോ? നിങ്ങൾ പോലീസ് ആക്ട് പ്രകാരം രൂപപ്പെട്ടിട്ടുള്ള ഒരു അധികാര സമിതിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അവിടെ തന്നെ ഇവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ ദുർബലമാവുകയാണ്. ഇവരുടെ വാദമുഖങ്ങൾ റദ്ദാക്കപ്പെടുകയാണ്. ആ അർത്ഥത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇതാ ഇപ്പോൾ ഞങ്ങൾ ആക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ പവർ ഗ്രൂപ്പിൻ്റെ അടുത്ത മൂന്നാമത്തെ സമ്മർദ്ദമാണെന്നേ. മൂന്നാമത്തെ സമ്മർദ്ദമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് പോലെ 10 മുതൽ 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പാണ്. ആ പവർ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് ഞാൻ ഈ പറയുന്നത്. സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് എന്ത് താല്പര്യങ്ങളുണ്ടെങ്കിലും ഇത് പൊതുസമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് എ ബിഗ് ഡിസ്കഷൻ. ഇതൊരു വലിയ ജനകീയ വിഷയമായി മാറുകയും ആ ജനകീയ വിഷയം എന്നുള്ളേക്ക് നമ്മളുടെ പൊതുസമൂഹം, മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ ഇത് തുടർച്ചയായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് പൊതുസമൂഹത്തിന് ഇതിങ്ങനെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും. സ്വാഭാവികമാണ്. അത് പ്രതിഫലിപ്പിക്കാനാണ് മാധ്യമം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ മാധ്യമങ്ങളാണോ യഥാർത്ഥത്തിൽ മുകേഷിനെതിരെ അവിടെ ജാഥ സംഘടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ മാധ്യമങ്ങളാണോ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെതിരെ പ്രതിഷേധമുണ്ടാക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള പരമ്പരാഗത മാധ്യമങ്ങളെ മാറ്റിവെക്കൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്താ സംഭവിക്കുന്നത്? ഈ കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സോഷ്യൽ ഡിബേറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, ഏത് പവർ സെൻറ്റർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിനെ അടച്ചു നിർത്താൻ കഴിയില്ല, അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. നാച്ചുറലി, സ്വാഭാവികമായും ഇതിന് സർക്കാരിനി ഇപ്പോൾ നേരിടാൻ പോകുന്ന സമ്മർദ്ദം എന്താണെന്നറിയാമോ? ആ സമ്മർദ്ദം 2 തരം സമ്മർദ്ദം വരും കേട്ടോ. ഒന്ന്, കോടതിയിൽ നിന്നൊരു സമ്മർദ്ദം വരും. കോടതിയിൽ നിന്ന് എനിക്ക് കോടതിയിൽ ഉറച്ച വിശ്വാസമുണ്ട്. കോടതിയിൽ ഈ കേസിന് വരുമ്പോൾ നാളെ ഒരു കേസ് വരാനിരിക്കുകയാണ് അല്ലേ? നാളെ 2 കേസുകൾ വരാനിരിക്കുകയാണ്. ഈ പറയുന്ന ആ പ്രൊഡ്യൂസറുടെ കേസും രഞ്ജിനിയുടെ കേസും നാളെ രാവിലെ കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അവിടെ കോടതി എന്തൊക്കെ കമൻറ്റ് നടത്താൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സെപ്റ്റംബർ 10 വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ഈ റിപ്പോർട്ട് കോടതിയുടെ കയ്യിൽ കിട്ടിയാൽ കോടതി എന്താണ് എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പവറിനൊന്നും കയറിയിട്ട് അവിടെയൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2, ജനങ്ങളിത് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സർക്കാരിനും അവർ ഈ തുടർന്ന് വരുന്ന അവരുടെ സമ്മർദ്ദം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യത്തിനകത്താണെങ്കിലും, റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച കാര്യത്തിനകത്താണെങ്കിലും, ഇപ്പോൾ SIT ഉണ്ടാക്കിയ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇട്ടാണ് സർക്കാർ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അധികം വൈകാതെ ഈ പവർ ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി, എൻ്റെ അഭിപ്രായത്തിൽ പവർ ഗ്രൂപ്പിലേക്ക് സർക്കാർ എത്തിക്കില്ല. പവർ ഗ്രൂപ്പിലേക്ക് ഒരു പക്ഷേ കോടതി എത്തിക്കുമായിരിക്കും. നിലവിൽ എന്തായാലും പവർ ഗ്രൂപ്പ് ആരാണ് എന്ന സംശയമാണല്ലോ നമുക്ക് ഉയരുന്നത്. അപ്പോൾ പവർ ഗ്രൂപ്പിൽ പെടുന്നവർ ആരൊക്കെയാണെന്ന് സർക്കാർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നൊരു അവസ്ഥയുണ്ട്. കാരണം പവർ ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇങ്ങനെ മറ്റൊരു നിലപാടെടുക്കുന്നത്. മുകേഷിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് തന്നെ മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്ത വന്നിട്ട് ഇപ്പോൾ മണിക്കൂർ ഇത്രയായി. അദ്ദേഹം ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. അപ്പോൾ മുകേഷിന് തന്നെ അതിലൊരു തീരുമാനമെടുക്കാനുള്ള സമയം, അത് അദ്ദേഹത്തിന് മുഹൂർത്തമാകുമ്പോൾ ആ തീരുമാനമെടുക്കാം. അപ്പോൾ അത്രയും സമയം കൊടുക്കുന്നു. രഞ്ജിത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ഈ വലിയ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ രഞ്ജിത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ എന്നാണ് മന്ത്രി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. മുമ്പുണ്ടായ വിവാദത്തിലും അതെ, ഇപ്പോഴുണ്ടായ വിവാദത്തിലും അതെ. അപ്പോൾ ആരാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളത് സർക്കാർ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ അന്വേഷണ സംഘം, ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്, ഇപ്പോൾ ഇതിൻ്റെ നാൾ വഴികൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഉണ്ണിബാലകൃഷ്ണൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സർക്കാർ ആക്ട് ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ പടി മുന്നോട്ട് വരുന്നതും സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിലുള്ള ശക്തമായ തെളിവുകളോടുകൂടിയുള്ള മൊഴികൾ അതിന്മേൽ തൊടാതെ അതിന്മേലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് SITയോട് അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പുറത്തെ മൊഴികളിൽ, ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിൽ മതി അന്വേഷണം എന്നാണ് ഈ SITയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 7 അംഗ SIT രൂപീകരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു SIT രൂപീകരിച്ച് അത്
അതിൻ്റെ ഒരു ഓർഡർ ഇറങ്ങും. ആ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾക്ക് കിട്ടും. ആ ഓർഡർ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 25-ാം തീയതി ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം അത് ഈ ടീം അംഗങ്ങൾ മാത്രം കണ്ടാൽ മതി എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. അതെന്തുകൊണ്ടാണ്? അതിലെന്തിനാണ് ഇത്ര രഹസ്യാത്മകത? അതെന്താണ്? അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ അതിൽ വ്യക്തമായിട്ടുണ്ടാകും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നൊരു നിർദ്ദേശം സർക്കാർ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തോ മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈ കോടതിയിലേക്ക് ഇതാണ് നേരത്തെ വന്ന വാർത്ത. ഈ പറയുന്ന പോലെ പോലീസ് ആക്ട് പ്രകാരമല്ല ഈ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇവർ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ വന്നിരിക്കുന്ന നമുക്ക് ഗുരുതരമായി നമുക്ക് തോന്നുന്നത് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആ മൊഴിയാണ്. അത് അവർ വളരെ ഗൗരവത്തിൽ നിൽക്കുകയും വളരെ വേഗം തന്നെ അത് പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ നമ്മൾ ആ രൂപത്തിൽ കണ്ടു. അതിനുശേഷം വന്ന തുടർ വെളിപ്പെടുത്തലുകളിൽ ചിലതെങ്കിലും നമുക്ക് അത്ഭുതമുണ്ടാക്കുകയും ആശങ്കയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിൽക്കുമോ എന്ന്. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത വ്യക്തി അതിൽ നിൽക്കുമോ എന്ന് പറയുന്നില്ല, പാതി മനസ്സോടുകൂടിയാണ്. മെയിൽ അയച്ചിരിക്കുന്നു, ഇനി നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നു. ആദ്യം ഒരു താരത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞ് ഇന്ന താരം എന്ന രൂപത്തിൽ പറയുന്നു. പിന്നീട് ഏതോ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ആൾ പോയി ചോദിക്കുമ്പോൾ ഞാൻ ആ താരത്തിൻ്റെ പേര് പറഞ്ഞില്ല, ആ താരമല്ല എന്ന് പറയുന്നു. ഈ രൂപത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ഈ പറയുന്ന ഈ വെളിപ്പെടുത്തലുകളുടെ വിശ്വാസ്യതയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മൊഴിയെടുക്കുമ്പോൾ അവർ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അപ്പുറത്ത് രക്ഷപ്പെടുന്ന ആരാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ നടക്കുമ്പോൾ ഈ തരത്തിൽ പുറത്തേക്ക് പറയുന്ന സ്ത്രീകളുടെ മാത്രമല്ല തിരിച്ചുള്ള പരാതികളും അപ്പുറത്തേക്ക് DGPക്ക് ലഭിച്ചിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ പരാതിയുണ്ട്, വേറെ താരങ്ങളുടെ പരാതി, ഇടവേള ബാബുവിൻ്റെ പരാതിയുണ്ട്. അപ്പോൾ ഈ പരാതികളൊക്കെ അപ്പുറത്തേക്കും വരുമ്പോൾ അതിന്മേലും മൊഴിയെടുക്കും. ഈ അന്വേഷണ സംഘം തന്നെയാണ് മൊഴിയെടുക്കുക. ഇത് എത്രത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതിയ വിവരം വരുന്നത് സിദ്ദിഖിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ ആ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നു എന്നും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിലുണ്ട്, 7 കേസുകൾ അതിന്മേൽ എടുക്കാം എന്നുള്ള രൂപത്തിലാണ് കേൾക്കുന്നത്. അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് രൂപത്തിലാവും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ആ ഹോട്ടൽ മാസ്കറ്റ് ഹോട്ടലിലടക്കം തെളിവെടുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. വൈദ്യ പരിശോധന എന്നടക്കമുള്ള കാര്യങ്ങൾ, സാധാരണ റേപ്പ് നടന്ന് തൊട്ട് പിന്നാലെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരുപക്ഷെ അതിൻ്റെ പ്രൊസീജിയർ ആയിരിക്കാം. പക്ഷേ ഇതിലൊക്കെ എത്ര തെളിവുകൾ കിട്ടുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അതിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, എങ്ങനെയാണ് അത് തെളിയിക്കാൻ പോകുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇതിൽ ഈ മൊഴികളിൽ മാത്രം നിന്നാൽ മതി, അപ്പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നിടത്താണ് നമുക്ക് സംശയമുണ്ടാകുന്നത്. അതിൽ പറയുന്ന ഒരു വാദം, ഈ ഹേമ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വന്നവരൊക്കെ അത് വളരെ രഹസ്യമായി കൊണ്ടാണല്ലോ മൊഴി പറഞ്ഞത്. അപ്പോൾ അതിന്മേൽ ഇനി അവർ മൊഴി നൽകുമോ? അത് പരിശോധിക്കേണ്ടത് ഈ സർക്കാരല്ലേ? അതൊരു പരിശോധിക്കാൻ പോലും നിൽക്കുന്നില്ലല്ലോ. ആ മൊഴികൾ തന്നവരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറമുള്ള തെളിവുകൾ സർക്കാരിൻ്റെ പകരം എത്തിയിട്ടുണ്ട്. ആ തെളിവുകളിൽ എന്തു ചെയ്യും? ആ തെളിവുകളിലൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ മുകേഷിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് MLA ആയി അദ്ദേഹം തുടരട്ടെ എന്ന തീരുമാനം വരുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ MLA സ്ഥാനത്തിന് വരുന്നതിന് മുൻപ് തന്നെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ വീണ്ടും പൊതുജനമധ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞ ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. മുകേഷ് എന്ന CPM അംഗമല്ലാത്ത MLA ആണ്. CPM അംഗമല്ല എന്നുള്ളതുകൊണ്ട് CPMൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി അച്ചടക്കം എന്നുള്ളത് അദ്ദേഹത്തിന് ബാധകമല്ല എന്നൊരു വാദം ഒരുപക്ഷെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ പൊതുജനമധ്യത്തിൽ ഇടത് സർക്കാരിൻ്റെ MLA, ഇടത് സർക്കാരിൻ്റെ നയത്തിനനുസരിച്ചാണോ ആ MLA സ്ഥാനത്ത് തുടരുന്നതെന്ന ചോദ്യം ഉയരും. ആ ചോദ്യം ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കൊല്ലത്തെ വനിതാ നേതാക്കളടക്കം മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള നേതാക്കൾ അത് ഉയർത്തിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഗുരുദാസനടക്കം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. ഇതെന്തായാലും പൂച്ചു തെളിയുമെന്നേ. ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾക്ക് കാലം തെളിയിക്കും. കോടതി ഇതുവരെ ഈ വിഷയത്തിൽ ഇരകൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. കോടതി കേസ് എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിതാ ഇവിടെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് വേണമെങ്കിൽ കോടതിയിൽ പറയാം. ആ അന്വേഷണ സംഘത്തിന് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തൊടാൻ പറ്റില്ല എന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നും എങ്ങനെയാണ് സർക്കാർ ബോധിപ്പിക്കാൻ പോകുന്നത്? കോടതി പറയട്ടെ എന്ന് കാത്തു നിൽക്കുകയാണ്. ഇവിടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പ്രേക്ഷകരും കാത്തു നിൽക്കുന്നുണ്ട് എന്താണ് സർക്കാരിൻ്റെ നടപടി എന്നുള്ളത്. ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ വേട്ടക്കാരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും അവർക്ക് സമയം നൽകുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെയൊന്നും പവർ ഗ്രൂപ്പിലേക്ക് എത്തില്ല. പക്ഷേ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ് എന്നുള്ളത് സർക്കാർ തന്നെ വെളിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് പവർ ഗ്രൂപ്പിലേക്ക് എത്താനുള്ള സാധ്യത കോടതി നിശ്ചയിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്, സ്മൃതി പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഒരു കാര്യം സ്മൃതി, പണ്ട് കാലത്തെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു റൈറ്ററും ചേർന്നായിരുന്നു ഒരു പവർ. അതായിരുന്നു സുപ്രീം പവർ എന്ന് പറയുന്നത്. ഈ 2008 ശേഷം എന്താണ് സംഭവിച്ചത്? 2008 എനിക്ക് തോന്നുന്നു 2020 സിനിമ ഇറങ്ങുന്നത്. അതോടുകൂടിയിട്ടാണ് ഈ മാക്ട
പിളർന്ന് പിന്നെ ഫെഫ്ക ഉണ്ടാവുന്നത്. ഫെഫ്ക എന്ന് പറയുന്നത് എന്താണ്? 21 സംഘടനകൾ ചേർന്നതാണ് ഫെഫ്ക എന്ന് പറഞ്ഞാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ, പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് അസോസിയേഷൻ, റൈറ്റേഴ്സ് അസോസിയേഷൻ, റൈറ്റേഴ്സ് യൂണിയൻ, സിനിമോട്ടോഗ്രാഫ് യൂണിയൻ, ആർട്ടിസ്റ്റ് ഡയറക്ടേഴ്സ് യൂണിയൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ, ഫെഫ്ക പിന്നെ എന്താണ് ഡ്രൈവേഴ്സ് യൂണിയൻ, ഇങ്ങനെ ഓരോ യൂണിയനുകളോട് ചേർന്ന് 21 യൂണിയൻ ചേർന്നതാണ് ഈ പറയുന്ന ഫെഫ്ക എന്ന് പറയുന്നത്. അതുകൂടാതെ അമ്മ, കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് 24 പിന്നെ സംഘടനകൾ ചേർന്നതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു സംഘടനകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം അമ്മ സംഘടന രാജിവെച്ചു, എക്സിക്യൂട്ടീവ് രാജിവെക്കാൻ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ എക്സിക്യൂട്ടീവ് രാജിവെച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ പവർ ഗ്രൂപ്പ് അമ്മ നേതൃത്വത്തിൻ്റെ ഭാഗത്തേക്കാണ് എന്ന് വരികയും ഈ അമ്മ ഗ്രൂപ്പ് ഇതിൻ്റെ ഉത്തരവാദിത്വം, അമ്മ സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുകയും താരസംഘടനകൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ, താരരാജാക്കന്മാർ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുകയും വരും എന്നുള്ളൊരു സാഹചര്യം വന്നാൽ ഇതിൻ്റെ എല്ലാ സംവിധാനം, കാരണം ഇവരാണല്ലോ പിന്നെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവരാണല്ലോ മുഖത്തിന് വിലയുള്ള ആൾക്കാർ. അപ്പോൾ ഇവരിലേക്ക് മാത്രം എത്തരുത് എന്നുള്ള ഉദ്ദേശം അമ്മയ്ക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അമ്മ മാത്രമല്ല, അമ്മയും മക്കളും മാത്രമല്ല, ബാക്കിയുള്ള 24 സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഇതിൻ്റെ ഭാഗമാണ് എന്ന് അമ്മയ്ക്കും കൂടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാജിവെച്ചേക്കാം, ഈ പറയുന്ന കോക്കസുകൾ മുഴുവൻ പൊളിയട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം 2004 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എഗ്രിമെൻ്റ് ഫോർമാറ്റ് വരുന്നത്. പണ്ട് താര രാജാക്കന്മാരെല്ലാം 50 ലക്ഷം തന്നോളൂ, 25 ലക്ഷം തന്നോളൂ, ഞങ്ങളുടെ സമയത്തിന് നിങ്ങൾ പ്രൊഡ്യൂസർക്ക് വന്ന് പിന്നെ ചെയ്യും, സമയത്തിന് നമ്മൾ പടത്തിൽ അഭിനയിക്കും എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ 2004 ഒരു എഗ്രിമെൻ്റ് വരികയാണ്. എന്ന് പറയും, ഒരു പടം മേടിച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഡേറ്റ് കൊടുത്തിരിക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം 2006 ആക്ട് വരികയാണ്. 2008 ആയപ്പോഴത്തേക്കും ആക്ടിനെ പൊളിച്ചു. 2008 ആക്ടിനെ പൊളിച്ചിട്ട് ഫെഫ്കേനെ കൊണ്ടുവന്നിട്ട് 16 വർഷമായിട്ട് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കേൻ്റെ തലപ്പത്തിരിക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ താരരാജാക്കന്മാർ മാത്രമല്ല, ഇവരുടെ അനുയായികളും ഇവരുടെ ചിങ്കിടികളും എല്ലാം ഓരോ തലപ്പത്തിരുന്നിട്ട് ഈ പറഞ്ഞ സിനിമാ സംവിധാനത്തെ മുഴുവൻ ഒന്നിച്ച് ഭരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വരായികളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടുകയാണ്. പണ്ടത്തെ സംവിധാനം എന്താണ്? പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയുടെ ആധികാരികത നിശ്ചയിക്കുന്ന അവിടുത്തെ ഡയറക്ടറായിരുന്നു, അവിടുത്തെ പ്രൊഡ്യൂസറായിരുന്നു. ഒരു റൈറ്റർ കഥ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരു നടനെ കണ്ടെഴുതിയിട്ടില്ല. കഥ എപ്പോഴും എഴുതിയതിന് ശേഷമാണ് ആലോചിക്കുന്നത് ഈ നടനെ ഇതിന് സൂട്ടബിൾ ആവുമോ എന്ന് നോക്കുകയാണ്. ഇപ്പം എന്താണ് സംഭവം? ഇപ്പം മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു കഥ, മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കഥ, പൃഥ്വിരാജിന് വേണ്ടിയിട്ട് കഥ, ഇത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡ്യൂസർമാർ. ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഈ പറയുന്ന സിനിമേനെ മാറ്റിയത് ഈ പറയുന്ന കോർ ഗ്രൂപ്പാണ്. ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെ ഈ പറഞ്ഞ ഒരു സംഘടനയെ നേരത്തേക്ക് ഒരു സിദ്ദിഖിനെതിരെ ഈ കേസ് വന്നതുകൊണ്ടോ, ഈ ഒരു മുകേഷിനെതിരെ ഈ ഒരു കേസ് വന്നതുകൊണ്ടോ, ഒരു ജയസൂര്യക്കെതിരെ ഒരു കേസ് വന്നതുകൊണ്ടോ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് പൊളിയെന്നുള്ള വിചാരിക്കുന്നുണ്ടോ? ഇവരിപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ 1, 2, 3 നടന്മാരിലേക്ക് ഇതിനെ ഒതുക്കി കെട്ടി ഇതാണ് പവർ ഗ്രൂപ്പെന്നും ഈ പറഞ്ഞ സംവിധാനം കൊണ്ട് ഈ പറയുന്ന സിനിമയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നും വരുന്ന ലെവലിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോയി ഒതുങ്ങേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് പറയുന്ന വരായിക വലുതായിരിക്കും. ഇപ്പം അമ്മ സംഘടന എന്ത് സംഭവിച്ചു? ഞങ്ങൾ രാജിവെച്ച് ഞങ്ങൾക്ക് ഇനി ഞങ്ങളാരും അമ്മയുടെ തലപ്പത്തില്ലല്ലോ, ഞങ്ങളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ ഓരോരോ ഇൻഡിവിജ്വൽ അല്ലേ, ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറയും എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അമ്മയിൽ പോയി ചോദിക്കാൻ ആളില്ല. ഇന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തനം അമ്മേൻ്റെ ഓഫീസിൽ പോയോ? അമ്മേൻ്റെ നേതൃത്വത്തിൽ ആരെങ്കിലും വിളിച്ചോ? ഒരു നേതൃത്വം ഇല്ല അവിടെ. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഫെഫ്ക ഇറങ്ങി സൈഡിൽ നിന്ന് പറയാൻ തുടങ്ങി. ഫെഫ്കയ്ക്ക് എന്താ? ഈ പറഞ്ഞ സംവിധാനത്തിൽ ഈ പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. എത്രയോ വർഷങ്ങളായി, 16 വർഷമായിട്ട് ഒരാളൊരു തലപ്പത്തിരിക്കുക. 21 സംഘടനയുടെ നേതാവാന്ന് പറയും. 21 സംഘടനകൾ കൂട്ടിച്ചേർത്തിട്ട് അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിനെന്താണ്? ഈ പവർ ഗ്രൂപ്പ് ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ പവർ ഗ്രൂപ്പിൻ്റെ മേലാളന്മാർ നിശ്ചയിക്കുന്ന ഒരാളെ അവിടെ ഇരുത്തിക്കുകയാണ്. പവർ ഗ്രൂപ്പിൻ്റെ മേലാളന്മാർ നിശ്ചയിക്കുന്ന ഒരാളെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തലപ്പത്തിരിക്കുകയാണ്. ഒരു പവർ ഗ്രൂപ്പിൻ്റെ മേലാളന്മാർ നിശ്ചയിക്കുന്ന ഒരാളെ പറഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ്റെ തലപ്പത്തിരുത്തുകയാണ്. ഈ പറയുന്ന സംവിധാനം പൊളിഞ്ഞാൽ മാത്രമേ സിനിമ വ്യവസായം നന്നാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമ വ്യവസായം
സമുദായം നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശശുദ്ധി അതാണെങ്കിൽ ഈ പറഞ്ഞ 1, 2, 3 ആരോപണങ്ങളിൽ കെട്ടി ഈ പറഞ്ഞ സംവിധാനത്തെ നിർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. എത്രയോ ആരോപണം വന്നോട്ടെ, അതിനെതിരെ കേസെടുത്തോട്ടെ, അതിനെതിരെ SIT നിശ്ചയിച്ചോട്ടെ, അതിനൊരു പോലീസ് നടപടി സ്വീകരിച്ചോട്ടെ, അതിനൊരു കോടതി ഉത്തരവ് വന്നോട്ടെ, ജയിലിൽ പോയിക്കോട്ടെ, തെറ്റ് ചെയ്തവനൊക്കെ ജയിലിൽ പോട്ടെ, ജയിലിൽ പോകുന്നതിന് ആർക്കും മടിയില്ല. പക്ഷേ ഇതിൻ്റെ ഏമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? ഈ പറഞ്ഞ സിനിമാ വ്യവസായത്തിൽ ഉണ്ടാകുന്ന ഈ ഉച്ചനീചത്വങ്ങളും ഈ പറയുന്ന അനധികൃത കയ്യേറ്റങ്ങളും അനധികൃത പ്രശ്നങ്ങളും ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചും ഈ പറഞ്ഞ പീഡനങ്ങളും ഈ പറഞ്ഞ കാരവനില്ലാത്ത പ്രശ്നവും തുണിമാറാൻ ഇടവില്ലാത്തതും ശുചിമുറി ഇല്ലാത്ത ഇടവുകളും ഈ സംവിധാനത്തെയൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് കൗച്ച് ഈ പറഞ്ഞ സംഘടനകളുടെ തലപ്പത്തുള്ളവരെല്ലാം പൊളിഞ്ഞിട്ട് പുതിയ സംവിധാനം വരട്ടേന്നേ. ഈ പറഞ്ഞ പുതിയ സംവിധാനം വരണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും പൊളിയണം. ഈ പറഞ്ഞ ഒരു അമ്മ രാജിവെച്ചുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാകുന്നത് പറയുന്നത്? ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ മുൻകാലത്ത് ഓരോ ഡയറക്ടർമാർ പറയുന്നവരായിരുന്നു തീരുമാനങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ പറഞ്ഞ 2008 2009 മുൻപുള്ളത് മുഴുവൻ തീരുമാനിച്ചത് ഡയറക്ടർമാരാണ്. അന്ന് താരരാജാക്കന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? അന്ന് നമ്മുടെ സിബി മലയിലിനെ പോലെയുള്ളത്, അതുപോലെ തന്നെ ജോഷിനെ പോലെയുള്ളവർ, പിന്നെ നമ്മുടെ രഞ്ജി പണിക്കറിനെ പോലെയുള്ളവരൊക്കെ തീരുമാനം എടുക്കുമായിരുന്നു. അന്ന് അവർക്ക് ഡയറക്ഷൻ അറിയായിരുന്നു. അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും. ഇന്നെന്താ സംഭവം? ഇന്ന് സിനിമയിലുള്ള ഈ പറയുന്ന മുതിർന്ന നടന്മാരെന്ന് പറയുന്ന താരരാജാക്കന്മാർ വരുമ്പം സിനിമ ഷൂട്ടിങ് തുടങ്ങും. ഇവർ പോകുമ്പോൾ പേക്കപ്പ് ആവും. ഇവർ 10 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ 12 മണിക്കാണ് വരുന്നത്. ഈ 12 മണിക്കേ തുടങ്ങുള്ളൂ. അതുവരെ ഈ പറഞ്ഞ സാധാരണ ടെക്നീഷ്യന്മാർക്ക് ഒന്നും ഒരു വിലയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് താരരാജാവിനെ കാത്തിട്ട്. ഈ പറഞ്ഞ സംവിധാനം പൊളിയണ്ടേ? അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് നിശ്ചയിക്കുന്നത്? ഒരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? വരുന്ന വരവും ചിലവും കൂടെ കാൽക്കുലേറ്റ് ഇതിൻ്റെ ഒരു ഈക്വൽ എമൗണ്ട് നോക്കിയിട്ട് വേണ്ടേ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതിനെന്തെങ്കിലും ബോഡി ഉണ്ടോ? പണ്ട് കാലത്ത് ഒരു മെയിൻ സ്റ്റാറിൻ്റെ ഒരു പടം റിലീസ് ചെയ്യുന്ന സമയത്ത് 1, 2, 3 പടങ്ങൾ, ചെറിയ പടങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി സമയം നിശ്ചയിച്ചു കൊടുക്കുമായിരുന്നു തിയേറ്ററുകൾ. ഈ പറയുന്ന ചെറിയ പടങ്ങളും കൂടെ ഇതിൻ്റെ ഒപ്പം വളർന്നു വരണം എന്ന് ചിന്തിച്ച ഡയറക്ടർമാരുണ്ടായിരുന്നു ഈ നാട്ടിൽ. അവരൊക്കെ എവിടെ പോയി ഇപ്പം? അവരെല്ലാം ഈ പറഞ്ഞ നമ്മൾ പറയുന്ന വലിയ സംവിധാനത്തിൻ്റെ കീഴിൽ പോയി ഒളിച്ചു. എത്ര ഡയറക്ടർമാരുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? തലയെടുപ്പുള്ള ഒരു ഡയറക്ടറെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവരെല്ലാം എവിടെ പോയി? മമ്മൂട്ടീൻ്റെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഡേറ്റിന് വേണ്ടിയിട്ട് പോയി കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി എത്തിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കാതെ ഇത് ടെക്നീഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഇന്ന് വിലയുണ്ടോ? നിങ്ങളൊരു ക്യാമറാമാന്മാരെ കുറിച്ചിട്ട്, ഒരു സിനിമാറ്റോഗ്രാഫറെ കുറിച്ചിട്ട് കേട്ട കാലം എത്രയായി? നിങ്ങളൊരു റൈറ്ററെ കുറിച്ചിട്ട് കുറച്ച് കാലം എത്രയായി? ഒരു റൈറ്റർ എഴുതിയ കഥേനെ കുറിച്ച് കേട്ടത് കാലം എത്രയായി? എന്തുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാതെ പോയ ഈ സമൂഹത്തിൻ്റെ അകത്ത്? ഈ പറഞ്ഞ ഫെഫ്കേൻ്റെ കീഴിലുള്ള 21 സംഘടനകളുണ്ടല്ലോ. 21 സംഘടനയ്ക്കും പ്രസിഡൻറ്റും സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും ഉണ്ടല്ലോ. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഒറ്റ ഒരാൾ മേലെ നിന്ന് ഈ കാര്യങ്ങൾ പറയും, രാജാവ് പറയുന്ന പോലെ. അത് മുഴുവൻ അണികളും കേൾക്കേണ്ട അവസ്ഥയെത്തി. അപ്പം ഇവർക്കൊന്നും ഇൻഡിവിജ്വലി പവർ ഇല്ലാതാക്കി. എല്ലാവർക്കും പവർ. നമ്മളെന്താണ് പറയുക? നമ്മൾ ഈ പറഞ്ഞ തൊഴിലാളി സംഘടനകൾ തൊഴിലാളി സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുത്ത കാലത്ത് കൂടെ വന്ന സംവിധാനങ്ങളാണ് ഇത് മുഴുവൻ. ഈ സംവിധാനത്തെ മുഴുവൻ എന്ത് സംഭവിച്ചു? ആർക്കും പവറില്ല. ഒരാൾ പറഞ്ഞാൽ മറ്റേ കേൾക്കില്ല. അപ്പം ചോദിക്കുക എന്താ അറിയോ? 21 സംഘടനയെ നയിക്കാൻ പറ്റിയ ഒരാൾ തലപ്പത്ത് വേണ്ടേ എന്ന് ചോദിക്കുക. അത് തലപ്പത്ത് നിന്ന് മാറാൻ കൂടെ മനസ്സ് കാണിക്കണം. മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും വരും. അതിനകത്തുനിന്ന് എതിർശബ്ദങ്ങൾ വന്നു തുടങ്ങി. അതിൻ്റെ അകത്ത് അത് മാറിയാലല്ലേ ഞാൻ ഈ സ്ഥലത്തുനിന്ന് മാറാൻ, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ എല്ലാം ഓപ്പറേഷൻ നടത്തി ഞാൻ അതിൻ്റെ തലപ്പത്തിരിക്കുക. ഞാൻ പറയുന്നത് 24 സംഘടനകൾ ചേർന്ന്, അതായത് അമ്മയടക്കം ഞാൻ പറഞ്ഞത്, അമ്മയും ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനും ഈ ഫിലി ചേംബറും ഈ 21 സംഘടനകളും ചേർന്നാണ് ആകെ മലയാള സിനിമ എന്ന് പറയുന്നത്. ഈ 24 സംഘടനകൾ ഒരാളെ ഒരു തലപ്പത്തിരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ മുഴുവൻ ഭരിക്കുകയെന്ന്. അപ്പം ഈ പറയുന്ന ഒരു ടെക്നീഷ്യനും ഇന്ന് വിലയില്ലാതായി. ഈ സിനിമയിലുള്ള ഒരു ടെക്നീഷ്യന് വിലയില്ല. ആർക്കാണ് വിലയുള്ളത്? ഈ പറയുന്ന 10, 15, 20 കോടി രൂപ ഒരു സിനിമയ്ക്ക് റെമ്യൂണറേഷൻ വാങ്ങുന്ന താരരാജാക്കന്മാർക്ക് മാത്രം വിലയായി. അവർ പറയുന്നവർ മാത്രം ഈ പറയുന്ന സംവിധാനത്തിലേക്ക് മാറി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ 506 മെമ്പറുള്ള അമ്മയിൽ 10 15 ആൾക്കാർക്കാണ് മലയാള സിനിമയിലെ 80% റെമ്യൂണറേഷൻ കിട്ടുന്നത്. 80%. ബാക്കി വരുന്ന 20% വേണം നക്കാപ്പിച്ചിയായിട്ട് ഈ പറഞ്ഞ 506 ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കും. അതിനുശേഷം ഒരു പുതിയ നടനോ നടിയോ വന്നു കഴിഞ്ഞാൽ അവരെ അതിലൊന്ന് കയറാൻ കഷ്ടപ്പെടുന്ന പാടെന്താണ്? ഇവരെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഈ പറയുന്ന മോഹൻലാൽ അമ്മേൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ്. ഈ മോഹൻലാലിനെ കണ്ടിട്ട് എന്നെ ഇതിലേക്ക് കയറാൻ പറഞ്ഞാൽ എത്ര പേർക്ക് മോഹൻലാലിനെ കാണാൻ പറ്റും?
എത്ര പേർക്ക് കാണാൻ പറ്റും? നിങ്ങൾ ഈ പറഞ്ഞ പുതിയ ഇറങ്ങിയ പടങ്ങളുടെ ആർട്ടിസ്റ്റുകളോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്, എത്ര പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം അതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്നവർ ഈ പറയുന്ന ചൂഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുന്നേ. എങ്ങനെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇവർ ആ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ലേ? അപ്പം ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ അന്വേഷണ രൂപയിലോ ഈ പറഞ്ഞ ഇപ്പം പോകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പോകുന്നത് ഒരു സിദ്ദിഖിലേക്കും ഒരു മുകേഷിലേക്കും ഒരു ജയസൂര്യയിലേക്കും അല്ലെ അങ്ങനെയുള്ള ആൾക്കാരിലേക്കും പോയി ഈ സാധനത്തെ നാളത്തെ വാർത്ത എന്താണ്? നാളത്തെ മെയിൻ ഹെഡ്ലൈൻ ഇന്നത്തെ മൊഴി എടുത്തു, ഇന്ന് ഇത് ചെയ്തു, നാളത്തെ FIR ഇട്ടു, നാളത്തെ കേസിൻ്റെ മൊഴി, നാളെ രഹസ്യമൊഴി, ഇങ്ങനെ പോകും. മറ്റന്നാളത്തെ അടുത്ത നടൻ, അടുത്ത സംവിധാനം, അടുത്ത് പോകും. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റീൻ്റെ കോഴ്സ് നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ഇതിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എന്താണ് ഈ പറഞ്ഞത്? എന്തിനാ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത്? സിനിമാ വ്യവസായങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ സംവിധാനത്തിന് ഒരു തക്കതായ ഒരു സംവിധാനത്തെ വേറെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കേസാണ്, ഇത് ക്രിമിനൽ കേസാണ്, ഇത് ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. ഈ ക്രിമിനൽ കേസായി കാണുകയും മറ്റുള്ള സംവിധാനത്തെ മറ്റു സംവിധാനങ്ങളുമായി കണ്ടിട്ട് ഇതിനെ ക്ലിയറായി കൊണ്ടുപോകാൻ ഈ സംവിധാനത്തിനും സർക്കാരിനും കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയോണ്ട് ഒരു ഗുണമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം സുജയിലേക്ക് എത്താം. മടങ്ങിയെത്താം. സുജയുടെ ഊഴമാണ്. അന്വേഷണം പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ? പവർ ഗ്രൂപ്പിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാ? മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു പവർ ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഈ അന്വേഷണം എത്തില്ലല്ലോ. അങ്ങനെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയും ഇതിൽ കാണുന്നില്ല. കാരണം ഇതിലെ യഥാർത്ഥ പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചത് ആരാണ്? സർക്കാരാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഈ അന്വേഷണത്തിലേക്ക് വിടേണ്ട പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ തലവൻ, മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ ഈ യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമോ? ഇപ്പോൾ മുകേഷിന്റെ രാജി സംഭവിക്കുന്നില്ല. മുകേഷിന്റെ രാജി ഇതുപോലെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും അത് പരാതിയായി മുന്നിൽ വരികയും ചെയ്യുമ്പോൾ മുകേഷിനോട് രാജി ആവശ്യപ്പെടാത്തതിലൂടെ ന്യായമായും സംശയിക്കേണ്ടത് ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കാരണവരായി നിന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിനിമാ മേഖലയിലെ ഒരാൾക്ക് ഇത്രയും പവർ ഉണ്ടാകുമോ? സിനിമാ മേഖലയിൽ ഒരു മമ്മൂട്ടി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ മോഹൻലാൽ വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? ബി ഉണ്ണികൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഈ പവർ ഗ്രൂപ്പും അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ ആ ഒരു പവറും സിനിമാ താരങ്ങളുടെ ആ താരപ്രഭയിലുള്ള പവറും അവരുടെ പണത്തിന്റെ പവറും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പവർ പൊളിറ്റിക്സ് ഇവിടെയുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ആ പവർ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും കാലം ഇതിനെയെല്ലാം ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സംവിധാനങ്ങളെയൊക്കെ ചലിപ്പിക്കാൻ കഴിയുന്നത്. അതിപ്പോൾ നിലവിൽ ഉള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ എന്ന് മാത്രമല്ല, അതിന് മുൻപുള്ള സർക്കാരുകളിലേക്ക് പോകണം. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നല്ലോ. ആ കമ്മിറ്റിയും സിനിമാ മേഖലയെക്കുറിച്ചൊക്കെ പഠിച്ചു, കുറേ റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു. UDF ഭരിക്കുന്ന കാലത്താണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു കാര്യം നടപ്പായോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ഇപ്പോൾ വരും, നടപ്പാകും, എല്ലാം ശരിയാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്? ഒന്നും ശരിയാകാൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷേ ശരിയാക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, കോടതി തീരുമാനിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 പവറിലും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രം മാറ്റം സംഭവിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇവിടെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിഞ്ഞേക്കും ഉണ്ടത്രേ. എത്ര നേരമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്? വൈകുന്നേരമാകുമ്പോൾ തീരുമാനമാകുമെന്നാണ് ഷാജിയൻ കരുൺ പറഞ്ഞത്. എവിടെ തീരുമാനമില്ല. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് എന്ന ആരോപണ വിധേയനായ MLA നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറ്റാരോപിതനാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട്, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊക്കെ സ്വയം മാറി നിൽക്കണം. അതാണ് അന്തസ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് പറയാനുള്ള ഡയലോഗിലുള്ള വാക്കാണല്ലോ ഈ അന്തസ്. ആ അന്തസ് എന്തുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്? ആ അന്തസ് ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. ഇവിടെ ചിരിക്കാൻ പറഞ്ഞല്ല, ഇടവേള എടുക്കും. ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. അന്തസ് വേണമെടാ അന്തസ് എന്ന് പറഞ്ഞത് മുകേഷ് ആണ്. മാഡത്തിന് ചിരിക്കാൻ ഇടവേള വേണോ? വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ തുടരുകയാണ് സർ. 2022 ബ്ലാക്ക് മെയിലിംഗ് നേരിട്ട ആളാണ് മുകേഷ്. അത് ആരോപണമല്ല കേട്ടോ. അദ്ദേഹം തന്നെ വാർത്താക്കുറിപ്പായി നമ്മളെ എല്ലാവരെയും അറിയിച്ചതാണ്, ജനങ്ങളിലേക്കും എത്തിച്ചതാണ്. 2022 ഈ പരാതിക്കാരിയായി വന്ന സ്ത്രീ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, കൂടുതൽ പണം ആവശ്യപ്പെടുന്നു, പ്രത്യേക മതവിഭാഗത്തെ ഉപയോഗിക്കുന്നു, ഭർത്താവ് വിളിക്കുന്നു. ഇത്രയധികം ഇവൻറ്റ്സ് ഉണ്ടായപ്പോഴും ഒരു പാർട്ടി സംവിധാനം, അതും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ഒരാൾക്ക് നേരെ ഇതുണ്ടാകുമ്പോൾ ആ പാർട്ടി സംവിധാനത്തിലെ ഒരാളെ പോലും അദ്ദേഹം അറിയിച്ചില്ല. എത്ര വിചിത്രമാണ്!
ആഭ്യന്തര വകുപ്പിൽ അറിയിക്കാം, അല്ലെങ്കിൽ അവരെ ആരെയും വിശ്വാസമില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാം. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ആക്സസ് ഉള്ള ആളാണ്, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായെന്ന് അദ്ദേഹത്തിന്റെ പോലീസ് സുഹൃത്തുക്കളെ അറിയിക്കാം. ആരെയും അറിയിക്കാതെ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും വേദനിച്ചു കഴിഞ്ഞിരുന്ന മുകേഷിനെ കുറിച്ചാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പ്രശ്നമുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ പറഞ്ഞ് എന്തിനാണ് പോലീസുകാർക്ക് ഒത്തിരി കേസുണ്ട്, എന്റെ കേസ് കൂടി പറഞ്ഞ് ഈ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്നൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ മുകേഷ് കളിക്കുന്ന ആ ഒരു റോൾ പ്ലേ ഉണ്ടല്ലോ, അത് കുറച്ച് വലുത് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെയും പല കാര്യങ്ങളും ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയൊക്കെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പല കാര്യങ്ങളും നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് പാർട്ടി എന്നെ സംരക്ഷിക്കുന്നില്ല, പാർട്ടി പിന്തുണയ്ക്കണം. പാർട്ടി എന്തിന് പിന്തുണയ്ക്കണമെന്നാണ്? CPIM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തിയെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയും പ്രത്യാശയും അദ്ദേഹത്തിന് വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുമ്പോൾ പാർട്ടി എന്താണ് ചെയ്തു വരുന്നത്? മുകേഷ് MLA ആയി ഈ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹം കണ്ടു ശീലിച്ചത് എന്താണ്? മറ്റ് ആളുകളുടെ ഈ ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി കോടതി ഇടപെട്ട് തീർപ്പാക്കുന്നുണ്ട്. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനാണ് അന്വേഷിക്കുന്നത്, പോലീസിലേക്ക് പോകുന്നില്ല. അതുപോലത്തെ ഒരു സംവിധാനമാണ് അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉയരുമ്പോൾ ഇവിടെ ഉണ്ടാവുക എന്നതായിരിക്കാം അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പാർട്ടിയുടെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കമ്മീഷനാണ് അന്വേഷിച്ചത് അങ്ങനെയുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പോലീസിലേക്ക് ഡയറക്റ്റായി ഒരു പരാതി പോവുകയാണ്. അപ്പോൾ അവിടെയും പാർട്ടി ഇടപെട്ട് പ്രൊട്ടക്ട് ചെയ്യണം. എന്തൊരു വിചിത്രമായ ന്യായമാണ് ഒരു MLA സ്ഥാനത്തിരുന്നു കൊണ്ട് മുകേഷ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളുകൾ ഒന്നിച്ച് ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയക്കാരല്ല ആവശ്യപ്പെടുന്നത്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധിയാക്കിയ ജനങ്ങൾ ആവശ്യപ്പെടണം. ഇങ്ങനെയുള്ള ഒരാളാണോ MLA ആയിരിക്കേണ്ടത്? എനിക്ക് നേരെ ലൈംഗിക ആരോപണം വന്നു, എന്നെ എൻ്റെ പാർട്ടി സംരക്ഷിക്കണം. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIMന്റെ MLA ആയതുകൊണ്ട്, അദ്ദേഹത്തിന്റെ വാദമാണിത്. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIMന്റെ MLA ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഈ ആരോപണം വന്നത്. CPIMന് ഈ ഒരു MLA മാത്രമേ ഉള്ളൂ, ബാക്കി MLA-മാർക്കെതിരെ എന്താ ആരോപണം വരാത്തത്? മറ്റാരോപണങ്ങളൊക്കെ വരുന്നുണ്ടാകാം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ മേഖലയിൽ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആരോപണം വരുന്നില്ല. സിനിമാക്കാർക്കെതിരെ മാത്രം വരുന്ന, അല്ലെങ്കിൽ സിനിമാക്കാർ ഉൾപ്പെട്ട നെക്സസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ചുരുക്കാം. അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, തൃശ്ശൂരിൽ നിന്നുള്ള MP സുരേഷ് ഗോപി, അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നില്ലല്ലോ, പരാതി വന്നില്ലല്ലോ. എന്താ വരാത്തത്? ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. മറ്റു കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപിയെ വിമർശിക്കാം, പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ പരാതി വന്നോ? ഏതെങ്കിലും ഒരു ആരോപണം വന്നോ? മുകേഷിനെതിരെ അങ്ങനെയാണോ? ആരോപണങ്ങളുടെ ഒരു ചാകരയല്ലേ? തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന പേരേതാ? മുകേഷ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി സംരക്ഷിക്കണം. പാർട്ടി സംരക്ഷിക്കുകയാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പവർ ഗ്രൂപ്പ് എവിടെയാണ്? പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CPIM-മായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, കൂട്ടരാജി AMM എന്ന് പറയുന്ന താരസംഘടനയുടെ കൂട്ടരാജിയിൽ മോഹൻലാൽ തീരുമാനമെടുക്കാൻ വിളിച്ചതാരെയാണ്? ആരാണ് തീരുമാനമെടുത്തത്? മമ്മൂട്ടി ആരാണ്? കൈരളി TVയുടെ ചെയർമാൻ, CPIM-മായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി, സർക്കാരുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് 4.5 കൊല്ലം വെളിച്ചം കണ്ടില്ല? അതിന് ഉത്തരം പറയേണ്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഈ ചലച്ചിത്ര മേഖലയിൽ ഇത്രയും വർഷമായി നിലനിൽക്കുന്ന ആളാണ്. താരസംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ ഇപ്പോൾ ആ സ്ഥാനത്തില്ലല്ലോ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മമ്മൂട്ടി നിൽക്കുന്നത്. ഈ തീരുമാനം എടുക്കുന്നതിന് രാജിയാണ് നല്ലത്, കൂട്ടരാജി നല്ലതാണ് എന്ന് അഡ്വൈസ് ചെയ്ത മമ്മൂട്ടിയും ഇതിൽ ഉത്തരം പറയണം. ഉത്തരം പറയാൻ മമ്മൂട്ടി തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിതറിക്കിടക്കുകയാണ്. അത് പവർ പൊളിറ്റിക്സിലേക്കും പോകുന്ന ഒരു പവർ ഗ്രൂപ്പാണ് എന്നുള്ളത് കൃത്യമാണ്. അല്ലായെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു റിപ്പോർട്ട് WCC എത്ര ബുദ്ധിമുട്ടിയാണ് ഈ ഒരു നിവേദനത്തിലേക്ക്, അല്ലെങ്കിൽ അവർ കടന്നുപോയ വഴികൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പവറിൻ്റെയും ഇൻഫ്ലുവൻസ് വരാത്ത രീതിയിൽ വേണമായിരുന്നു ഈ അന്വേഷണം നടത്താൻ. ഇപ്പോൾ SIT കുറിച്ച് പറഞ്ഞു. SIT രൂപീകരിച്ചിട്ട് അവർ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതായത് ഈ സ്ത്രീകളൊക്കെ പറയുന്ന, ഇന്ന് കൊച്ചിയിൽ പോയി മൊഴിയെടുക്കുമ്പോൾ, ആലുവയിൽ പോയി മൊഴിയെടുക്കുമ്പോഴും എല്ലാം പരിശോധിക്കുകയാണ്. എന്നിട്ട് അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കും. എന്നിട്ടേ അത് കൃത്യമായി ഒരു FIR-ലേക്കും കേസിലേക്കും ഒക്കെ എത്തുകയുള്ളൂ എന്നുള്ളത് ക്ലിയർ ആണ്. അവിടെ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? അങ്ങനെ ഒരു പ്രൊട്ടക്ഷനിലേക്ക് പോകേണ്ടതുണ്ടോ? കൃത്യമായ പരാതിയാണെങ്കിൽ അതിൽ ഒരു നടപടി എടുക്കുകയല്ലേ വേണ്ടത്. ഇവിടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകളാണല്ലോ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 19-ാം തീയതി പൊതുമധ്യത്തിലേക്ക് വന്നതാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 16 പരാതികളുണ്ട്. ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ 50-ലധികം പേർ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച്. അത് പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഡ്രഗ്സ് ഉണ്ട്, അബ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ 52 പേരുടെ, 52ആണോ അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രയും പേരുടെ എക്സിബിറ്റ്സ് അടക്കം തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ പലരുടെയും പക്കൽ തെളിവുകളില്ല.
അല്ലെങ്കിൽ ചിലതൊക്കെ ആരോപണങ്ങളാണ്, ചിലതൊക്കെ അവർ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെളിപ്പെടുത്തിയ ആളുകളിലേക്ക് അവരോട് ചോദിക്കാമല്ലോ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന്. അത് ചോദിക്കാൻ തയ്യാറാകാത്തത് എന്താ? അപ്പോൾ അറിയാം നടക്കില്ല. ഇതിപ്പോൾ നമ്മളെയൊക്കെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. ആ സംശയം കൂടി ഞാനിവിടെ തുറന്നു വെക്കുകയാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്നതിനായി ഒരു SIT, ആ അന്വേഷണത്തിന് പിന്നാലെ, ആ മൊഴിയെടുക്കലിന് പിന്നാലെ മാധ്യമങ്ങൾ പോകും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്നത് ഏതാണ്? ഹേമ കമ്മിറ്റി. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ WCC ആവശ്യപ്പെട്ടതനുസരിച്ച് ആരൊക്കെയാണ് ഇരയാക്കപ്പെട്ടതെന്ന് WCCക്ക് അറിയാം. ആ ആളുകളെയൊക്കെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീകളൊക്കെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. അവരിലേക്കൊന്നും, അവരുടെ അടുത്തേക്കൊന്നും ഈ പ്രത്യേക അന്വേഷണ സംഘം പോകില്ല കോടതി നിർദ്ദേശിക്കുന്നത് വരെ. കോടതിയിൽ നിന്ന് സെപ്റ്റംബർ 10-ാം തീയതി വരുന്ന നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് ആക്ട് ചെയ്യാമെന്നാണ് ഇപ്പോഴും പറയുന്നത്. SIT രൂപീകരിക്കുമ്പോൾ ഒറ്റ വരി പോലും പറയുന്നില്ല അതിനകത്ത് ഈ ഹേമ കമ്മിറ്റിയിൽ വന്ന് വെളിപ്പെടുത്തിയ ആളുകൾക്കും പരാതി നൽകാം. അങ്ങനെയുള്ള ആരും പോയിട്ടുമില്ല. ഇപ്പോഴുള്ളതെല്ലാം ഫ്രഷ് ആണ്, അതായത് പുതിയ അലിഗേഷൻസ് ആണ്. ഈ അലിഗേഷൻസിൽ പലതും സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നുമില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഡ്രഗ്സിനും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റുകളിൽ സുലഭമാക്കുന്ന മറ്റൊരു മാഫിയ സമാന്തരമായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഈ ഇരകളുടെ സ്വകാര്യതയൊന്നും വിഷയമല്ലല്ലോ. സെറ്റുകളിൽ അന്വേഷണം നടത്താമല്ലോ. ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് പുറത്തു വന്ന ഡോക്യുമെന്റിൽ, 233 പേജുള്ള ഡോക്യുമെന്റിൽ ഈ പറയുന്ന ഡ്രഗ് നെക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡ്രഗ് നെക്സസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. സെറ്റുകളിൽ മദ്യപിച്ച് വരുന്ന, അതുപോലെ തന്നെ മോശമായി അശ്ലീലം പറയുന്ന ആളുകളൊക്കെ വിഹരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ അന്വേഷണമാകാം. അതും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എനിക്ക് അത് എത്രത്തോളം ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്നറിയില്ല. പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് എവിടമാണ് എന്നത് കണ്ടെത്തണം. ആരൊക്കെയാണ്, ഏതൊക്കെ വ്യക്തികളാണ് സെറ്റുകളിൽ പുതിയ ആളുകളിലേക്ക് ഡ്രഗ്സ് എത്തിക്കുന്നത് എന്നുള്ളത് പറയണം. ആ സെറ്റിലെ ലഹരിയിലെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ തന്നെ പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇരയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ട് അന്വേഷണത്തിലേക്ക് എത്തിയാൽ മതി മറ്റു കാര്യങ്ങളിൽ, സെക്ഷൽ അലിഗേഷൻസിൽ. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങാം, അത് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയാണ് പവർ എന്ന ചോദ്യത്തിന് ഉത്തരം ചെന്ന് നിൽക്കുന്നത് തീരുമാനമെടുക്കേണ്ട പവർ സെന്ററിലേക്കാണ്, മുഖ്യമന്ത്രിയിലേക്കാണ്. ശരി, അന്വേഷണം പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു പവർ ഗ്രൂപ്പിലേക്ക് എത്തില്ല എന്ന്.